ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. 2 Corinthians chapter 4 verses 7 through 15. ഞാൻ അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ ദിവസം നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം. ശമ്മാശന്മാരുടെ ഗണത്തിൽ നിന്നും കശീശ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിറ്റു ജോർജ് ശമ്മാശനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനവരതമായ കൃപ അനുഭവിപ്പാൻ പ്രിയപ്പെട്ട മകനെ അവിടുന്ന് സഹായിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേർന്നു നൽകുന്ന പ്രിയ തിരുമേനിയും മറ്റ് ഞങ്ങളുടെ എല്ലാ പ്രിയ അച്ഛന്മാരെയും വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചന ധ്യാനത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ലഭ്യമാകുവാൻ സഹായിക്കണമേ. നീ തന്നതല്ലാതെ ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല, നിന്റെ കൃപയല്ലാതെ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഒന്നുമില്ല. നിന്റെ സാമീപ്യവും സാന്നിധ്യവും ഈ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തീയ ശുശ്രൂഷയുടെ വിവിധ അനുഭവങ്ങളും അവസ്ഥയും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പങ്കുവയ്ക്കുന്ന ഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ബലഹീനരായ ഓരോരുത്തരെയും ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കുകയും അതിന് പ്രാപ്തി നൽകുകയും ചെയ്യുന്നത് ദൈവമാണെന്നും ശുശ്രൂഷ ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണമാണെന്നും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ ആസ്യയിൽ, ഏഷ്യ മൈനറിൽ നേരിട്ട കഷ്ടവും പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് കൊരിന്ത്യ സഭയോടുള്ള ഈ സംവേദനത്തിന്റെ പശ്ചാത്തലം. ഈ ഭാഗം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ദർശനങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ബലഹീനതയിൽ കൂടെ ഇരിക്കുന്ന ആത്യന്തിക ശക്തിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മരണകരമായ അനുഭവങ്ങളുടെ മധ്യയുള്ള ജീവൻ. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ പൊരുളിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കൊരിന്ത്യ സഭ അന്ന് നേരിട്ടിരുന്ന സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ അഡ്രസ്സ് ചെയ്തിരുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടുത്തെ പ്രതിസന്ധികൾ നമുക്കറിയാം. ഇവിടെ ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ മൺപാത്രം എന്നൊരു മെറ്റഫർ, രൂപകം ഉപയോഗിച്ചാണ് ശുശ്രൂഷയെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസ് മൺപാത്രം എന്നുള്ള രൂപകം മാത്രമല്ല, കൊരിന്ത്യ സഭ എഴുത്തിൽ തന്നെ പല രൂപകങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മൺപാത്രം, ലെറ്റേഴ്സ് പത്രം, സൗരഭ്യവാസന ഫ്രാഗ്രൻസ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ അംബാസഡേഴ്സ്, ബോഡി ശരീരം, ശരീരത്തിലെ അവയവങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള രൂപകങ്ങൾ
കൊരിന്ത്യ സഭയോട് സംസാരിക്കുവാനായി ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ ദൈവശാസ്ത്ര ശക്തീകരണം, തിയോളജിക്കൽ പവർ ഉള്ളതാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ഇടയ ശുശ്രൂഷയുടെ സംവേദന ശക്തി, പാസ്റ്ററൽ സെൻസിറ്റിവിറ്റി നമുക്ക് മറക്കുവാൻ സാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ കൊരിന്ത്യ സഭയിലെ പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. കൊരിന്ത്യ സഭയിലെ പ്രതിസന്ധി മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന് തെസ്സലോനിക്ക സഭയിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചും പട്ടണത്തിലെ കലഹത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എഫെസോസിൽ വെച്ച് പൗലോസിന് ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷം എന്നുള്ളത് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക ശക്തിയാണ്. പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലെ പങ്കുവയ്ക്കലും അപ്പോസ്തോലിക് മിനിസ്റ്റീരിയൽ പാരഡൈം എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ ജീവൻ, യേശുക്രിസ്തുവിന്റെ മരണം, ഉയിർപ്പ്, വീണ്ടും വരവ് എന്ന ദർശനത്തിൽ ഊന്നിയാണ്. അതുകൊണ്ട് ആത്യന്തികമായി യേശുക്രിസ്തുവാണ് പട്ടത്ത ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മറക്കരുത്. അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്ന ഒരു ചാക്യാർ കൂത്ത് കലാകാരനെ കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കലാരൂപം ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുമ്പോൾ കാണികൾ ആരും തന്നെ ഇല്ല. കത്തിച്ച വെച്ച നിലവിളക്കിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ കലാരൂപം വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് ഒരു കുറവും അദ്ദേഹം ചമയങ്ങളിലോ അദ്ദേഹത്തിന്റെ രൂപങ്ങളിലോ അദ്ദേഹം വരുത്തിയില്ല. ചാക്യാർ കൂത്ത് കലാരൂപം അവസാനിപ്പിച്ചപ്പോൾ ഒരാൾ വന്നു ചോദിച്ചു, കാണികൾ ആരുമില്ലാത്തതിനാൽ വ്യസനമില്ലേ ചാക്യാരെ എന്ന് ചോദിച്ചപ്പോൾ ചാക്യാർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ആളില്ലെങ്കിൽ എന്ത്, ആളുന്ന വിളക്കുണ്ടല്ലോ. ആളില്ലെങ്കിൽ എന്ത്, ആളുന്ന വിളക്കുണ്ടല്ലോ. പട്ടത്ത ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജീവിക്കുന്ന ക്രിസ്തു മുമ്പിലുണ്ട് എന്ന ദർശനത്തോടു കൂടിയാണ് മുൻപോട്ട് പോകേണ്ടത്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 2 ഓർമ്മപ്പെടുത്തലുകൾ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. ഈ 2 ഓർമ്മപ്പെടുത്തലുകൾ പ്രിയപ്പെട്ട ജിറ്റു ശമ്മാശിനോടും വിശ്വാസ സമൂഹത്തോടും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് അപ്പോസ്തലൻ നിക്ഷേപങ്ങളെ നൽകിയിരിക്കുന്നത് മൺപാത്രത്തിലാണ് എന്ന് പറയുന്നു. ബലഹീന പാത്രങ്ങളെ കൃപയുടെ നിക്ഷേപങ്ങളാക്കുന്ന ദൈവം, ബലഹീന പാത്രങ്ങളെ കൃപയുടെ ശുശ്രൂഷ നിക്ഷേപങ്ങളാക്കുന്ന ദൈവം. God who converts the clay pots to the ministerial treasures. നിക്ഷേപം എന്ന വാക്കുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൺപാത്രം എന്ന രൂപകമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൺപാത്രം എന്ന രൂപകം ഉപയോഗിക്കുമ്പോൾ അത് ഏത് സമയത്തും തകർന്നു പോകുവാൻ സാധ്യതയുള്ളതും ഒട്ടും അട്രാക്റ്റീവ്, ആകർഷകം നിറഞ്ഞതുമല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. 31-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ സാധാരണ മൺപാത്രങ്ങൾ, ലേവ്യ പുസ്തകം 11-ാം അധ്യായം 15-ാം അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ പുരോഹിതർ യാഗത്തിനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷയുടെ നിയോഗത്തിന്റെ നിക്ഷേപം ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത് വളരെ ബലഹീനരായ നമ്മയും ഓരോരുത്തരുടെയും പക്കൽ, മൺപാത്രങ്ങളുടെ പക്കലാണ് എന്നുള്ളത് വിസ്മരിക്കരുത്. എന്താണ് ദൈവിക ശുശ്രൂഷയിൽ നമുക്കുള്ള യോഗ്യത? ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണോ? പഠനത്തിന് കിട്ടിയ ഗ്രേഡുകളാണോ? ഏതെങ്കിലും പ്രത്യേക കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണോ?
പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വെറും മൺപാത്രമാണ്. നോട്ട് ദ അക്കാഡമിക് എക്സലൻസ്, നോട്ട് ദ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നോട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി, നോട്ട് ദ ടെക്നിക്സ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻസ്. അതല്ല ശുശ്രൂഷയുടെ മാനദണ്ഡം. പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു, ഒന്നാമതായി വെറും മൺപാത്രത്തിൽ ബലഹീനരായ നമുക്ക് ഈ ശുശ്രൂഷ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ 8 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് അപ്പോസ്തോലിക ശുശ്രൂഷ വഴികളിലെ ദുർഘടങ്ങളെ കുറിച്ചാണ്. അപ്പോസ്തോലിക ശുശ്രൂഷ വഴികളിലെ ദുർഘടങ്ങൾ, ഹാർഡ്ഷിപ്സ് ഓഫ് അപ്പോസ്തോലിക് മിനിസ്ട്രി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലുമൊക്കെ തൻ്റെ ഹാർഡ്ഷിപ്സിനെ കുറിച്ച്, പ്രതിസന്ധികളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കറിയാം ഏത് അവസ്ഥയിലും ഇരിപ്പാൻ, വിശന്നിരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏതവസ്ഥയും തരണം ചെയ്യുവാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് പറയുന്നു. പലപ്പോഴും പെട്ടെന്ന് അസ്വസ്ഥരാകുന്നവരാണ് പട്ടക്കാർ, അച്ഛന്മാർ. അച്ഛനെന്ന പരിഗണന എല്ലാ തലങ്ങളിലും കിട്ടണമെന്ന് അറിഞ്ഞോ അറിയാതെയോ വാശി പിടിക്കുന്ന ആളുകൾ. അവരോട് പൗലോസ് അപ്പോസ്തലൻ 8-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് കഷ്ടം സഹിക്കുന്നവർ എന്നാണ്. ഇതിൻ്റെ ഗ്രീക്കിലുള്ള മൂലപദം തിലിബോ എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹാർഡ്ഷിപ്പ്, പ്രതിസന്ധി എന്ന് പറഞ്ഞുക മുന്തിരി ചക്കിലിട്ട് ഞെരുക്കുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള പ്രതിസന്ധികളാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ നേരിട്ടത് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ജിറ്റു ശമ്മാശനും ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ആളുകളും ഈ ശുശ്രൂഷയിലേക്ക് ഈ സഭയെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസ സമൂഹവും മനസ്സിലാക്കേണ്ടത് ദുർഘടം പിടിച്ച വഴികളിലാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് മറക്കരുത്. അത് ശാരീരികമായ ഹാർഡ്ഷിപ്പുകൾ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിട്ടുണ്ട്. സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിട്ടുണ്ട്. സ്പിരിച്വൽ, ആത്മീയമായ ഹാർഡ്ഷിപ്പുകൾ പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ പോൾ ഹിസ് അഫ്ലിക്ഷൻസ് and hardships were the badge of his apostolic ministry. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് അപ്പോസ്തോലത്വത്തിന്റെ ശുശ്രൂഷയുടെ പദവി ചിഹ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സംഘർഷഭരിതമായ ജീവിതവും അനുഭവിക്കപ്പെട്ട യാതനകളും ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, എന്നാണ് പുതിയ കാലഘട്ടത്തിൽ പട്ടത്ത ശുശ്രൂഷയുടെ മുഖമുദ്ര. സകല വിധത്തിലും കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, തളർന്നു പോകരുത്. ബുദ്ധിമുട്ട് വന്നേക്കാം, നിരാശപ്പെട്ട് പോകരുത്. ഉപദ്രവിക്കപ്പെട്ടേക്കാം, ദൈവം ഉപേക്ഷിക്കയില്ല. വീണുപോയേക്കാം, നശിച്ചു പോകുവാൻ വിട്ടുകൊടുക്കരുത്. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പ്രതിസന്ധികളെ തന്റെ ശുശ്രൂഷയിൽ അതിജീവിച്ചത്? 11-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, മർത്യശരീരം മൺപാത്രം, അതിൽ വെളിപ്പെടേണ്ടത് യേശുവിൻ്റെ ജീവൻ, the life of Jesus. It is the one and only mandate of a minister to do ministry. ശുശ്രൂഷ ചെയ്യുവാൻ ഒരു പട്ടക്കാരന്, ഒരു ശമ്മാശന്, ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നയാളിന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒറ്റ മാൻഡേറ്റേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയെ, അപ്പോസ്തോലിക ശുശ്രൂഷയെ വിഭാവനം ചെയ്യുന്നത്? ഈ ലേഖനത്തിലെ തന്നെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, അത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്. ഫ്രാഗ്രൻസ് ഫ്രം ലൈഫ് ടു ലൈഫ്. വീണ്ടും 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നു, വെറും മഷി കൊണ്ട് രേഖപ്പെടുത്തുന്നതല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇവിടെ ഇന്ന് പ്രിയപ്പെട്ട ശമ്മാശൻ കുരിശടയാളം കുറച്ച് കഴിയുമ്പോൾ വരയ്ക്കും. അത് വെറും മഷി കൊണ്ട് വരയ്ക്കുന്നതല്ല, അത് ജീവനുള്ള, ജീവിക്കുന്ന
ജീവൻ നൽകുന്ന ആത്മാവിലാണ് എന്നുള്ളത് മറക്കരുത്. അഭിവന്ദ്യ തിരുമേനി ശുശ്രൂഷ മധ്യേ ഇങ്ങനെ പറയും, പാറാക്ലീത്തയാകുന്ന ആത്മാവേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത് ഈ മുഖ്യ കാർമ്മികൻ ഇത് ഉച്ചത്തിൽ പറയുമ്പോൾ ആ ആത്മാവിന്റെ വ്യാപാരം ഒരു പട്ടത്തസ്ഥാനിയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന ആളുടെ ജീവിതത്തിൽ പതിയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഒരാൾ സഭയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തി പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ആകുകയാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷകർ എന്നല്ല പൗലോസ് പറയുന്നത്, ആത്മാവിന്റെ ശുശ്രൂഷകരായി മാറുകയാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ അത് ന്യായപ്രമാണത്തിന്റെ മൊസൈക്ക് ലോ, മോശയുടെ ന്യായപ്രമാണത്തിന്റെ കാവൽക്കാരെ കുറിച്ചാണ് ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. അതല്ല പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അത് യേശു ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന അനുഭവങ്ങളുടെ ശുശ്രൂഷയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകളെ ഒരുപക്ഷെ പ്രിയപ്പെട്ട ശമ്മാശന്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ മധ്യേ കാണുമ്പോൾ ഞങ്ങളുടെയും എല്ലാ പട്ടത്തസ്ഥാനികളുടെയും ശുശ്രൂഷകളുടെ മനസ്സിൽ ഓടി വരേണ്ടത് ഇത് വെറും അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ തന്നെ ഇത് വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ 10-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ ചലഞ്ച്, ഒരു വാണിംഗ് ശുശ്രൂഷകർക്ക് നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്. അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചില ശുശ്രൂഷകർ ഉണ്ട് എന്ന് പറയുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ഒരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ചില ട്രാൻസ്ലേഷനുകൾ ഇങ്ങനെയാണ്, സൂപ്പർലേറ്റീവ് അപ്പോസിൽസ്, ഹൈപ്പർ അപ്പോസിൽസ് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പട്ടത്ത സമൂഹവും ശുശ്രൂഷയും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെയാണ്. ചില സൂപ്പർലേറ്റീവ് അപ്പോസ്തലകൾ, അതിശ്ലാഘനീയ അപ്പോസ്തലന്മാർ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രിയപ്പെട്ട ശമ്മാശൻ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും നമ്മളെല്ലാം ശുശ്രൂഷക്കാരായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. ബെനിഫിറ്റ്, നേട്ടം മാത്രം നോക്കുന്ന അപ്പോസ്തോലിക ശുശ്രൂഷകർ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കിങ്ങനെയാണ്, അവർ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലർ ആണ്. പ്രിയപ്പെട്ട ജിറ്റു ശമ്മാശനെയും എന്നെയും ഈ പ്രിയ അച്ഛന്മാരെയും ഒക്കെ സഭയും ദൈവവും ഈ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാകുവാൻ അല്ല. 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ള അപ്പോസ്തലത്വത്തെ കുറിച്ച്, അപ്പോസ്തലന്മാരെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലരുടെ വേഷം ധരിക്കുന്നവർ അത്രേ. അത് ആശ്ചര്യമില്ല. അതുകൊണ്ട് എ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ ഹാസ് എ ഹയർ കോളിംഗ് ദാറ്റ് ദ മീഡിയേറ്റർ, നോട്ട് ദ മീഡിയേറ്റർ ഓഫ് ദ ലോ ബട്ട് ദ എസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പൗലോസ് തൻ്റെ നിയോഗത്തെ പുതിയ സുവിശേഷത്തിൻ്റെ പങ്കുകാരനായി കണ്ട് നേരിട്ട ദുരിത അനുഭവങ്ങളെ പൗലോസ് ഓർക്കുന്നില്ല. താൻ നേടിയ അറിവും തൻ്റെ ജനന വേരുകളും പൗരത്വവും പൗലോസ് വിലയേറിയത് എന്ന് എണ്ണുന്നില്ല. തൻ്റെ ശുശ്രൂഷയുടെ ബലം ദൈവത്തിൻ്റെ ആത്യന്തിക വ്യാപാര ശക്തിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശമ്മാശ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഈ കാലഘട്ടം സൂപ്പർ ഡൈവേഴ്സിറ്റിയുടെ, സൂപ്പർ മൊബിലിറ്റിയുടെ, സൂപ്പർ എവല്യൂഷന്റെ കാലഘട്ടമാണ്. കർത്താവിന് ആവശ്യം സൂപ്പർലേറ്റീവ് ശുശ്രൂഷകരെ അല്ല. ഒരു സ്മാർട്ട് ഫോണും 2 റീലുകളും ഉണ്ടെങ്കിൽ പട്ടത്ത ശുശ്രൂഷ പൂർത്തീകരിച്ചു എന്ന് ചിന്തിക്കുന്ന പട്ടക്കാർ കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഓർത്തോണം, കർത്താവിനാവശ്യം സൂപ്പർലേറ്റീവ് ശുശ്രൂഷകരെ അല്ല. കർത്താവിനാവശ്യം ദൈവത്തിൻ്റെ ആത്മാവ് പതിഞ്ഞ അക്ഷരങ്ങളുടെ കാവൽക്കാരല്ല, ക്രിസ്തു ശരീരത്തിൻ്റെ കാവൽക്കാരായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു ഡയലോഗാണ്. ഇങ്ങനെയാണ് ശ്രീനിവാസൻ പറയുന്നത്, എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇന്ന് പലപ്പോഴും പട്ടത്ത ശുശ്രൂഷയുടെ ഈ കാലഘട്ടത്തിലെ ചില അനുഭവങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നും, എല്ലാം എൻ്റെ തല എൻ്റെ ഫിഗർ,
എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ശമ്മാശനെ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിക്കുകയാണ്. അർഷാദ് ബത്തേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ മാൻകുട്ടികൾ പുല്ലും തില്ലുമ്പോൾ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമുണ്ട്. അതിനകത്തെ ആദ്യത്തെ കഥ ഇതാണ്, മാൻകുട്ടികൾ പുല്ല് തിന്നുമ്പോൾ. ആ കഥയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് അർഷാദ് ബത്തേരി പരിചയപ്പെടുത്തുന്നത്. ആ മനുഷ്യൻ മരിക്കാനായിട്ട് തുടങ്ങുകയാണ്, ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു യുവ വനിതാ ഡോക്ടറുണ്ട്. ആ ഡോക്ടറിൻ്റെ ചില വാചകങ്ങളാണ് യോഹന്നാനെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ആ വാക്ക് ഇങ്ങനെയാണ്, ഇത് വളരെ ശ്രദ്ധേയമാണ്. ആ ഡോക്ടർ ഈ മനുഷ്യനോട് പറയുകയാണ്, യോഹന്നാനെ, നിങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ രക്ഷപ്പെടുകയും വീട്ടിലെ മറ്റുള്ളവർ മരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചവരെ വേദനയോടെ എല്ലാ ദിവസവും കുടിച്ചു മൂടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആയുസ്സുള്ളിടത്തോളം കാലം അവരോടൊപ്പം ജീവിക്കുന്നത്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചവരെ വേദനയോടെ എല്ലാ ദിവസവും കുടിച്ചു മൂടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആയുസ്സുള്ളിടത്തോളം കാലം അവരോടൊപ്പം ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ശമ്മാശൻ, ജീവിതത്തിൽ പല അവസ്ഥകളിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ കാണും. ദൈനംദിന വേദനയോടെ കുടിച്ചു മൂടപ്പെടുന്നവരെ നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ നേരിടും. അവിടെയൊന്നും പൗലോസ് അപ്പോസ്തലൻ വാൺ ചെയ്യുന്നത് പോലെ ഒരു സൂപ്പർ ഹൈപ്പർ അപ്പോസ്തലനാകാനല്ല വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവകൃപയുടെ വ്യാപാരത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയ ധ്യാനത്തിൽ ഇന്ന് പകൽക്കാലം പറയാൻ ശ്രമിച്ചത്. ഒന്ന്, മൺപാത്രം മാത്രമാണ് നാം എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. എല്ലാം ദൈവകൃപയാണ്. ഒന്നും സ്വന്തം മിടുക്കായോ സ്വകാര്യ മിടുക്കായോ കഴിവായി കാണരുത്. നമ്മൾ വെറും മൺപാത്രങ്ങൾ, ട്രഷേഴ്സ് ഓഫ് ക്ലേ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. രണ്ട്, തളർന്നു പോകരുത്. തളരാതെ കൂടെ നിൽക്കുവാൻ ദൈവം തമ്പുരാൻ സമീപസ്ഥനാണ്. പലപ്പോഴും ശുശ്രൂഷ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ നിരന്തരമായി പ്രതിസന്ധികളിലൂടെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. തളർന്നു പോകരുത്. ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ളതാണ്, അത് ഇമ്മാനുവേലാണ്, അതാണ് മിനിസ്റ്റീരിയൽ അഷുറൻസ് എന്നുള്ളത്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ തൻ്റെ കൂടെയുള്ള ആളുകൾ, കൂട്ടുവേലക്കാർ, കൊരിന്ത്യ സഭ 30-35 ആളുകൾ മാത്രമുള്ള സഭയാണ് കൊരിന്ത്യ സഭ ആ കാലഘട്ടത്തിൽ. ആ സഭയോട് പറയുകയാണ്, ഈ ശുശ്രൂഷ വെറും വ്യർത്ഥമായ ബലഹീനമായ മൺപാത്രത്തിൽ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കശീശ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ജിറ്റു ശമ്മാശൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ബലഹീന പാത്രത്തിൽ ദൈവം തമ്പുരാൻ ഈ സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ശമ്മാശനെ ഇതിനു വേണ്ടി ഒരുക്കിയ ഈ ഇടവകയും ശമ്മാശന്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാ കാലങ്ങളിലും ഓർത്തിരിക്കുവാൻ ഇടയായിട്ട് തീരണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ റിയൽ ചലഞ്ച് ഓഫ് പാസ്റ്ററൽ മിനിസ്ട്രി ഇൻ ദിസ് കണ്ടംപററി കോണ്ടെക്സ്റ്റ്? ഈ സമകാലീന സമയത്ത്, ഈ കാലഘട്ടത്തിൽ എന്താണ് പട്ടത്ത ശുശ്രൂഷയുടെ വെല്ലുവിളി? ദ റിയൽ ചലഞ്ച് ഓഫ് പ്രസന്റ് ഡേ pastoral ministry is not seeking new landscapes but in having new eyes. ഈ കാലഘട്ടത്തിലെ പട്ടത്ത ശുശ്രൂഷയുടെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്നതിലല്ല, കാലത്തിനൊത്ത് പുതിയ കണ്ണുകൾ രൂപപ്പെടുത്തുന്നതിലാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്നതിലല്ല, കാലത്തിനൊത്ത് പുതിയ കണ്ണുകൾ രൂപപ്പെടുത്തുന്നതിലാണ്. പ്രിയപ്പെട്ട ശമ്മാശ, നിഷ്കളങ്കരായ മനുഷ്യർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും. തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, കുടിലതന്ത്രങ്ങൾ ഏതു വിധേനയും പ്രയോഗിച്ച് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് അപ്പോസ്റ്റൽസ്, അതിശ്ലാഘനീയ സുവിശേഷകരാകുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യേ ശമ്മാശൻ മറന്നു പോകരുത്, നമ്മൾ വെറും മൺപാത്രങ്ങളാണെന്നും തകരാതെ നിൽക്കുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്നും ഒരു പട്ടക്കാരനായി തീരുക എന്നത്, പട്ടത്ത ശുശ്രൂഷ എന്നത് നമ്മളിലെ സ്വാർത്ഥതയുടെ മരണമാണെന്നും, ഡെത്ത് ഓഫ് അവർ ഈഗോ, ദൈവോന്മുഖമായ
അപരസ്നേഹത്തിൻ്റെ തുടക്കമാണെന്നും വളരെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഓർക്കുക, ഒരു പട്ടക്കാരനായി തീരുക എന്നത്, ഒരു ശുശ്രൂഷകനായി തീരുക എന്നുള്ളത്, പട്ടത്ത ശുശ്രൂഷ എന്നുള്ളത് നമ്മളിലെ സ്വാർത്ഥതയുടെ മരണമാണെന്നും ദൈവോന്മുഖമായ അപരസ്നേഹത്തിൻ്റെ തുടക്കമാണെന്നും വളരെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ശംഭാഷന് ലാഭമായിരുന്ന നേട്ടമെന്ന് കരുതുന്ന പലതും ഇന്ന് യേശു ക്രിസ്തു നിമിത്തം ഈ സഭയുടെ മുൻപേ ശംഭാഷൻ ഛേദം എന്നെണ്ണുകയാണ്. പട്ടത്ത ശുശ്രൂഷ അക്ഷരങ്ങളുടെ ശുശ്രൂഷയല്ല, അത് ശാസ്ത്രിമാർ ചെയ്യുന്നതാണ്. ആത്മാവിൻ്റെ ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെ ശുശ്രൂഷ ഈ മൺപാത്രത്തെ ദൈവം നമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഈ മൺപാത്രത്തെയാണല്ലോ ഈ വലിയ സഭയിലൂടെ ശുശ്രൂഷ ചെയ്യുവാൻ നീ വിളിച്ചിരിക്കുന്നത്. ബലഹീനനാണ്, തകർന്നു പോകുവാൻ ഇട നൽകല്ലേ എന്ന പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ട ശംഭാഷനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ആമേൻ.